ഹലോ ഫ്രണ്ട്സ്, അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഒരു ഈസ്റ്റർ റീത്തും രണ്ടാമത്തേത് ഒരു ടേബിൾ ഡെക്കോറുമാണ്. സോ ഈസ്റ്റർ റീത്തിനായിട്ട് ഞാൻ ആ കേക്ക് ബോക്സിൻ്റെ കാർഡ്ബോർഡ് ആയിട്ട് എടുക്കുന്നത്. അതെടുത്ത് ഞാനൊരു റിംഗ് ഷേപ്പ് വെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി പീസിൽ ഞാനൊരു എഗ് ഷേപ്പ് വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ അതിൽ വരച്ച് അത് മൊത്തം കളർ ചെയ്തെടുക്കാം. ഞാൻ 12 എണ്ണം അങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ടേ. സോ ഞാനിപ്പോൾ 12 എഗ് ഷേപ്സും ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് മാറ്റി വെച്ച റിംഗ് ഷേപ്പിൽ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം ഹാങ് ചെയ്യാനുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒട്ടിച്ചെടുക്കാം. സോ ഞാൻ റിംഗ് ഷേപ്പിൽ മൊത്തം ഒട്ടിച്ചെടുക്കുന്നുണ്ടേ. ചെറിയ ഡെക്കറേഷന് ഞാനൊരു വൈറ്റ് റിബണും അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ, ഒരു ബോയുടെ ഷേപ്പിൽ. അങ്ങനെ നമ്മുടെ റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ക്രാഫ്റ്റിനായിട്ട് ഞാൻ ഗ്ലിറ്റർ പേപ്പറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഈ ഗ്ലിറ്റർ പേപ്പറിൽ ഞാനൊരു മുയലിൻ്റെ ഷേപ്പ് ട്രേസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഗൂഗിളിൽ നിന്ന് ഔട്ട്ലൈൻ വരച്ചെടുത്ത് അത് കട്ട് ചെയ്തെടുത്താട്ടോ. ഇനി നമുക്ക് ആ ഗ്ലിറ്റർ പേപ്പറിലോട്ട് അത് ട്രേസ് ചെയ്തിട്ട് വെട്ടിയെടുക്കാം. അതുപോലത്തെ 3 ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടേ. ഗ്ലിറ്റർ പേപ്പർ മാത്രമാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല. സോ അതിൻ്റെ ഒരു നെക്ക് പോർഷനിൽ ഒരു ബോ ത്രെഡ് വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ഒട്ടിച്ചെടുക്കാം. ഇനി ഞാൻ പേപ്പർ കപ്പ് എടുത്തിട്ടുണ്ട് മണൽ നിറച്ച്. അതിൻ്റെ കൂടെ ഞാൻ 3 ഈർക്കിലിക്കോലും അത് മുയലിൻ്റെ പുറകിൽ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കുത്തി നിർത്താം. ഇനി ഞാൻ മണൽ കാണാതിരിക്കാൻ ഞാൻ കുറച്ച് പുല്ലും കൂടെ ഇട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടുത്ത ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.